പിടഞ്ഞു മരിക്കുന്ന വിശന്നു കരയുന്ന കുഞ്ഞുമക്കൾക്ക് വിദ്യാരംഭ ദിനത്തിൽ വേറിട്ട രീതിയിൽ ഐക്യദാർഢ്യമേകി ഇങ്ങ് കാഞ്ഞങ്ങാട്ട് ഒരു പിതാവ് തന്റെ പൊന്നുമോളുടെ നാവിൻ തുമ്പിൽ അരിമണികളിൽ ഗസ എന്ന് ആദ്യാക്ഷരം കുറിച്ച് ആവിക്കരയിലെ പ്രിയേഷാണ് ഫലസ്തീനിലെ കുരുന്നുകളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത്. രാവിലെ വീട്ടിൽ നടന്ന ചടങ്ങിന് മാതാവ് രേഷ്മയും മൂത്തമകൾ വൈഗാലക്ഷ്മിയും സാക്ഷികളായി. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. അറിവിൻ്റെ അക്ഷരലോകത്തേക്ക് പൊന്നുമകൾ നിളയെ കൈപിടിച്ചുയർത്തുമ്പോൾ ഫലസ്തീനിൽ പിടഞ്ഞു മരിക്കുന്ന വിശന്നു കരയുന്ന കുഞ്ഞുമക്കൾക്ക് ഐക്യദാർഢ്യമേകണമെന്ന പ്രിയേഷിൻ്റെ തീരുമാനമാണ് ഇത്തരത്തിലുള്ള വേറിട്ട വിദ്യാരംഭത്തിലേക്ക് നയിച്ചത്. തൻ്റെ പൊന്നുമകളുടെ നാവിൻ തുമ്പിൽ അരിമണികളിൽ ഗസ എന്ന് ആദ്യാക്ഷരം കുറിച്ചാണ് കാഞ്ഞങ്ങാട് ആവിക്കര സ്വദേശിയായ പ്രിയേഷ് ഫലസ്തീനിലെ കുരുന്നുകളെ വിശേഷ ചടങ്ങിലൂടെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത്. തൻ്റെ പൊന്നുമോളുടെ നാവിൻ തുമ്പിൽ അരിമണികളിൽ ഗസ എന്ന് ആദ്യാക്ഷരം കുറിച്ചാണ് കാഞ്ഞങ്ങാട് ആവിക്കര സ്വദേശിയായ പ്രിയേഷ് ഫലസ്തീനിലെ കുരുന്നുകളെ വിശേഷ മുഹൂർത്തത്തിൽ ഹൃദയത്തോട് ചേർത്തു പിടിച്ചത്. രാവിലെ വീട്ടിൽ നടന്ന ചടങ്ങിന് മാതാവ് രേഷ്മയും മൂത്തമകൾ വൈഗലക്ഷ്മിയും സാക്ഷികളായി. കുഞ്ഞുകൈകൊണ്ട് നിള ആദ്യമെഴുതിയതും ഫലസ്തീനിലെ കുരുന്നുകൾക്ക് വേണ്ടിയായിരുന്നു. ഫലസ്തീൻ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക എന്നതായിരുന്നു കുഞ്ഞുനിള എഴുതിയത്. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്നും ബോംബ് പൊട്ടിയും കൊല്ലപ്പെടുമ്പോൾ അവളുടെ കുഞ്ഞുകൈകൊണ്ട് മറ്റൊന്നും എഴുതിക്കുവാൻ തനിക്ക് സാധിക്കില്ലെന്നായിരുന്നുവെന്ന് പ്രിയേഷ് പറഞ്ഞു. മകൾ വളർന്നു വലുതാകുമ്പോൾ അവളുടെ ആദ്യാക്ഷരത്തെക്കുറിച്ചോർത്ത് അഭിമാനിക്കട്ടെ എന്നും പ്രിയേഷ് പറഞ്ഞു. ആവിക്കര CPM ബ്രാഞ്ച് സെക്രട്ടറിയായ പ്രിയേഷ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.